ബജറ്റിൽ കോളടിച്ചത് കൊല്ലം ജില്ലയ്ക്കാണ്. ത്രികോണ ഇടനാഴിയും 2 IT പാർക്കും ഉൾപ്പെടെ കൊല്ലം ജില്ലയ്ക്ക് വാരിക്കോരി പ്രഖ്യാപനങ്ങൾ നടപ്പിലാക്കിയാൽ ജില്ലയുടെ വികസന കുതിപ്പിന് വേഗമേറും. ധനകാര്യമന്ത്രി KN ബാലഗോപാലിന്റെ അവസാന ബജറ്റിൽ സ്വന്തം ജില്ലയോട് വല്ലാത്ത കരുതൽ. ബജറ്റിലെ തന്നെ ഏറ്റവും സുപ്രധാനമായ തീരുമാനം വിഴിഞ്ഞം, കൊല്ലം, പുനലൂർ ത്രികോണ ഇടനാഴി. കൊല്ലത്തും കൊട്ടാരക്കരയിലും IT പാർക്ക് എന്ന പ്രഖ്യാപനം. വാഗ്ദാനം നടപ്പിലായാൽ കൊല്ലത്തിന്റെ മുഖച്ഛായ മാറും. കൊല്ലം ആസ്ഥാനമായ ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയ്ക്ക് ഭൂമി വാങ്ങി കെട്ടിടം പണിയാൻ 30 കോടി അനുവദിച്ചു. ഭക്ഷ്യപാർക്കിന് അനുവദിച്ചത് 5 കോടി. ശാസ്താംകോട്ട വിനോദസഞ്ചാര കേന്ദ്രമാക്കാൻ പ്രത്യേക പദ്ധതി. ഹിസ്റ്ററി മാരിടൈം മ്യൂസിയത്തിനും കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിനും ബജറ്റിൽ അനുവദിച്ചത് 5 കോടി രൂപ. കൊട്ടാരക്കര കേന്ദ്രീകരിച്ച് തീർത്ഥാടന ടൂറിസത്തിനും വഴിയൊരുക്കും. കൊല്ലം KSRTC ഡിപ്പോയ്ക്കും കൊല്ലം ഗസ്റ്റ് ഹൗസിനും 10 കോടി അനുവദിച്ചു. കൊല്ലം ബീച്ച് വികസനത്തിന് 5 കോടി രൂപ. 20 കോടി രൂപയാണ് കൊല്ലം ഓഷനേറിയം ഭൂമി ഏറ്റെടുക്കാനായി നൽകിയത്. മറീന വികസനത്തിന് 5 കോടിയും അനുവദിച്ചു. ONV കുറുപ്പിന് കൊല്ലം നഗരത്തിൽ സ്മാരകം നിർമ്മിക്കാൻ 1 കോടി. സ്കൂളുകൾക്കും പാലങ്ങൾക്കും റോഡുകൾക്കും കൊല്ലം ജില്ലയോട് പ്രത്യേക കരുതൽ. ഒപ്പം കശുവണ്ടി കയർ മേഖലയ്ക്കായി അനുവദിച്ച പദ്ധതികളിലൂടെ ഏറ്റവും അധികം ഗുണം ലഭിക്കുക കൊല്ലം ജില്ലയ്ക്കാണ്. തീരദേശ ഹൈവേ, സീപ്ലെയിൻ പദ്ധതി എന്നിവയുടെ പ്രയോജനങ്ങളും കൊല്ലം ജില്ലയ്ക്ക് ലഭിക്കും. 24 തിരുവനന്തപുരം.